മനോഹരമായ ചാലിയാറിന്റെ തീരം, മലകളും ചെറുകുന്നുകളും വയലുകളും നിറഞ്ഞു നിൽക്കുന്ന ഭൂപ്രദേശം, മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കലാകായിക രംഗങ്ങളിൽ പ്രശസ്തി പിടിച്ചുപറ്റിയ പ്രദേശം. പ്രകൃതിയെയും മനുഷ്യനെയും നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വിട്ടുവീഴ്ചയില്ലാതെ സ്വന്തം നാടിനു വേണ്ടി ശബ്ദിച്ച നല്ല മനുഷ്യരുടെ നാട്. ഇങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങളുള്ള മലപ്പുറം ജില്ലയിലെ വാഴക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിനെ കുറിച്ച് ഇനിയും പരിചയപ്പെടുത്തുവാൻ ധാരാളം വാർത്തകളുണ്ട്. വാഴക്കാട് എന്ന കൊച്ചു പ്രദേശത്തിന്റെ വ്യത്യസ്ത ചിന്താഗതിക്കാരെ ഒരുമയുടെ സംഗീതമാക്കി മാറ്റി ദമാമിലെ പ്രവാസികളായ വാഴക്കാട് നിവാസികൾ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തതിന്റെ 10ാം വാർഷികത്തിനോടനുബന്ധിച്ചാണ് നാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. പരസ്പര സ്നേഹവും ഒരുമയും പകർന്നു നൽകി 2001 മാർച്ച് 29 രൂപീകരിക്കപ്പെട്ട വാഴക്കാട് വെൽഫെയർ സെന്റർ എന്ന കൂട്ടായ്മ വിപുലമായ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ പ്രശംസനീയമായ കാൽവെപ്പുകൾ പിന്നിട്ട് കഴിഞ്ഞു. സൗദി അറേബ്യയിൽ ദമാമിൽ ജോലി ചെയ്യുന്ന വാഴക്കാട് നിവാസികളുടെ കൂട്ടായ്മയാണ് വാഴക്കാട് വെൽഫെയർ സെന്റർ. കഴിഞ്ഞ 10 വർഷമായി ദമാം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. 200ഓളം അംഗങ്ങൾ ഈ കൂട്ടായ്മയിൽ ഇതിനകം അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും സംഘടനയ്ക്ക് ശ്രദ്ധേയമായ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കാൻ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ സംഘടന പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയിട്ടുള്ള സഹകരണങ്ങൾക്ക് നന്ദിയോടെ സ്മരിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് പ്രിയമുള്ളവരെ, നല്ലൊരു തുടക്കമാകട്ടെ ഈ സായം സന്ധ്യ. നമുക്ക് നല്ലത് പറഞ്ഞു തുടങ്ങാം. ഖുർആൻ പാരായണത്തിനായി അഫ്സലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ആദ്യമായി ഈ വേദിയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സംഘടനയുടെ വിവിധ പദ്ധതികൾക്ക് ശക്തമായി നേതൃത്വം കൊടുക്കുകയും പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പ്രസിഡന്റ് ശ്രീ GK ഹസനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമ്മിറ്റി മെമ്പർ ശ്രീ KM അബൂബക്കറിനെ ഈ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. വായനക്കാർക്കായി സമർപ്പിക്കുന്ന വാർഷികോപഹാരമായ കനിവ് മാഗസിന്റെ പ്രകാശനം നിർവഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമുക്കേറെ സുപരിചിതയായ അൽ ഖുസാമ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ശ്രീദേവി മേനോനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കിഴക്കൻ പ്രവിശ്യയിലെ ഫുട്ബോൾ ക്ലബായ അൽ ഖോബാർ യുണൈറ്റഡ് FC പ്രസിഡന്റ് ശ്രീ രാജു ലൂക്കസിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാമൂഹിക പ്രവർത്തകൻ, കുട്ടികളുടെ വ്യക്തിത്വ വിദ്യാഭ്യാസ വികസന രംഗത്തെ സജീവ സാന്നിധ്യം ശ്രീ അന്യു ഹാഷിമിനെ ആശംസാ പ്രസംഗത്തിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നവോദയ, ശ്രീ മാലിക് മക്ബൂൽ KMCC തുടങ്ങിയവരെയും ഈ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. പ്രവർത്തനം കാഴ്ചവെച്ച ജയഹിന്ദ് TV ബ്യൂറോ റിപ്പോർട്ടർ ശ്രീ മുജീബ് കളത്തിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ദമ്മാം വാഴക്കാട് വെൽഫെയർ സെന്ററിന്റെ ഊഷ്മളമായ ഈദാശംസകൾ നേരുകയാണ്. ഒരു ഖേദപ്രകടനത്തോട് തന്നെ ആരംഭിക്കട്ടെ. വ്യത്യസ്തങ്ങളായ പരിപാടികൾ രാവിലെ മുതൽ ആരംഭിച്ചതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച അതേ ഷെഡ്യൂളിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയതിൽ സംഘടനയ്ക്ക് വേണ്ടി ഔദ്യോഗികമായ ഒരു ഖേദം നിങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായും ആത്മവിശ്വാസത്തോടെ വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ ഈ പരിപാടി ശ്രമിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി നിസ്സീമമായ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് പരിചിതമായി കഴിഞ്ഞ ദമ്മാം വാഴക്കാട് വെൽഫെയർ സെന്ററിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ അതൊരു പക്ഷേ സംഘടനയുടെ സംവിധാനം ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ്, ഒരു എളിയ പ്രസ്ഥാനമാണ് വാഴക്കാട്ടുകാരുടെ ഒരു ചെറിയൊരു കൂട്ടായ്മ. പിന്നിട്ട വഴികളെക്കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കുമ്പോൾ ഒരു പക്ഷേ ഈ സമയമൊന്നും അതിന് മതിയാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുവാനുള്ളത്, 9 ലക്ഷം രൂപ ചെലവിൽ ഞങ്ങളുടെ നാടിന് ഞങ്ങൾ സമർപ്പിക്കുന്നത്, അടുത്ത ശനിയാഴ്ച ഞങ്ങൾ സമർപ്പിക്കുന്നത് നിർധനരുടെ അവരുടെ രോഗം ലക്ഷ്യം വെച്ചുകൊണ്ടും അവരുടെ സഹായവുമായി ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊരു ആംബുലൻസ് നൽകിക്കൊണ്ടാണ് ഈ വാർഷിക പരിപാടി ഞങ്ങൾ സമുചിതമായി ആഘോഷിക്കുന്നത്. ഗാനവേളയും മറ്റു ഇതര പരിപാടികളും അതിന്റെ ചെറിയ ഭാഗങ്ങളായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അതേ വീക്ഷണത്തോടുകൂടി നിങ്ങളെ അതിനെ കണ്ടാൽ മതി എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്.